ഇന്നിവിടെ ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. അപ്പം നമ്മൾ ഓർത്തു ഇന്നൊരു ബിരിയാണി വെക്കാം. ബിരിയാണി എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ദമ്മൊക്കെ ഇട്ട ഹൈദരാബാദി മട്ടൻ ബിരിയാണിയാണ്. അപ്പം അതിന് വേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കുക്കിങ്ങിൻ്റെ വഴിയെ നിങ്ങളെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാനിവിടെ 1.5 കിലോ മട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. മട്ടൺ ഒന്ന് നമ്മൾ ടെൻഡറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പപ്പായ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ മട്ടൺ ഇങ്ങനെ മാരിനേറ്റ് ഒക്കെ ചെയ്തിട്ട് തലേ രാത്രി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടെൻഡറൈസറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് പപ്പായ പേസ്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ ബിരിയാണി വെക്കും. അതുകൊണ്ടാണ് ഞാൻ പപ്പായ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തത്. അതായത് മീറ്റൊക്കെ ഒന്ന് നല്ലോണം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്. ഇനി ഇത് നമുക്ക് നല്ലോണം മസാജ് ചെയ്തെടുക്കാം. ഈ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയുടെ ഗുഡ് ടൺസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നതിൻ്റെയാണ്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്വാദ് വരിക. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 4 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ഇത് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ. ഇത്ര സാധനം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ മസാജ് ഇനി കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഇപ്പം ഇങ്ങനെ നമ്മൾ ശക്തിയെടുത്ത് സ്വീഡിഷ് മസാജൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇത് നമ്മൾ മിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവസാനം വലിയ മെനക്കേടൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാഫ്രൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ 1/2 ടീസ്പൂൺ സാഫ്രൺ 1/2 കപ്പ് പാലിൽ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇപ്പം ഇതിലേക്ക് ഒഴിക്കാം. ബാക്കി ഇത് നമുക്ക് വെച്ചേക്കണം, അത് നമുക്ക് ഇനി ആവശ്യം വരുവേ. ഓക്കെ, നമുക്കിതൊന്നുകൂടെ മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തുടക്കേണ്ടി വരും, കാരണം ഇതിപ്പം ഇവിടെ കുറച്ച് വീണു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് ഫ്രൈഡ് ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ക്രിസ്പി ഫ്രൈഡ് ഒനിയൻ ആണിത്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടവാനം പുളിയൊന്നുമുള്ള തൈര് ഇടില്ല. ഓക്കെ, ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ നല്ലോണം സോഫ്റ്റായി നമ്മുടെ മീറ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 പിടി മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കാം. അതേപോലെ 1 പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനിയാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ട മസാലപ്പൊടികൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. 3 ടീസ്പൂൺ ഏലക്ക, 2 ടീസ്പൂൺ ജീര പൗഡർ, 2 കറുവപ്പട്ട, പിന്നെ ഒരു 8-9 ക്ലോവ്സ്. ഇത്ര മതി. ഇത്ര സാധനം ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരാവേ. നമ്മുടെ മസാല പൊടിച്ചതും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്ലൗസ് മാറി. ആദ്യത്തെ ഗ്ലൗസ് നമ്മുടെ മസാജിൻ്റെ കാഠിന്യം മൂലം കീറിപ്പോയി.
ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 1 തൊട്ട് 2 മണിക്കൂറോളം അടച്ചു വയ്ക്കണം. ഇനി നമുക്കിത് 2 മണിക്കൂറത്തേക്ക് അടച്ചു വയ്ക്കാം. നമുക്കിനി 2 മണിക്കൂർ കഴിഞ്ഞ് കാണാം കേട്ടോ. ഞാനിവിടെ ഒരു 15 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഒരു 2-3 എണ്ണം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 2 കറുവപ്പട്ട, 1 ടീസ്പൂൺ ജീരകം, ഒരു 4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 6-7 ഏലക്ക ഇത്ര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ 4 കപ്പ് ബസ്മതി അരി സോക്ക് ചെയ്ത് വെച്ചത്, അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്കിനി ഇതൊരു 6-7 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഒരു 6 മിനിറ്റ് ആയപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. കാരണം നമ്മൾ ചോറ് ഒരു 50% വേവാൻ പാടുള്ളൂ. ഇതേ നമ്മളിങ്ങനെ എടുക്കുമ്പം ഇതുപോലെ ക്രാക്ക് ആവണം, പച്ചയ്ക്ക് ക്രാക്ക് ആവണം. ഒരുപാട് വെന്ത് ക്രാക്ക് ആവുമല്ല, പച്ചയ്ക്ക് ഇതുപോലെ ക്രാക്ക് ആവണം. അപ്പോൾ ഇതാണ് പരുവം. ഇനി ഞാൻ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാരിനേറ്റ് ചെയ്ത മട്ടൻ എടുത്തു. എന്നിട്ട് നമ്മൾ ദം ഉണ്ടാക്കാനുള്ള പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഈ മീറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ 2 പച്ചമുളക് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയില തൂളി കൊടുക്കാം. കുറച്ച് മിൻറ്റ് ലീവ്സ് തൂളി കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഊറ്റിയ അരി ഇട്ട് കൊടുക്കാം. അതായത് പകുതി വെന്ത ചോറിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കൂടെ നമുക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന് മല്ലിയില തൂളി കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന സാഫ്രണില്ലേ, അത് നമ്മൾ കുറച്ച് നമ്മൾ മട്ടൻ റെഡിയാക്കിയപ്പം ഇട്ടത് ഓർമ്മയില്ലേ, ആ ബാക്കി വന്നത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി ലാസ്റ്റ് ടച്ചായിട്ട് നമുക്കിതിൽ മുകളിലേക്ക് കുറച്ച് ആ ബാക്കി വന്ന ഫ്രൈഡ് ഓണിയൻസ് ഇല്ലേ, അതും കൂടെ ഒന്ന് തൂളി കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെക്കണം. ഇനി നമ്മൾ ഇത് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് അടച്ചു വെക്കാം. ഇതുപോലെ എയർ കയറാത്ത രീതിയിൽ ഞാൻ അലുമിനിയം ഫോയിൽ വെച്ച് നല്ലോണം അടച്ചു. ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് അടപ്പ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് നമുക്കൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് ഞാനൊരു വെയിറ്റും കൂടെ എടുത്തു വയ്ക്കുകയാണ്. എന്തെങ്കിലും വെയിറ്റ് ഉള്ളൊരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. ഇനി നമ്മൾ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇത് വേവിക്കണം. അത് കഴിഞ്ഞിട്ടൊരു 50 മിനിറ്റോളം വളരെ ചെറിയ സിമ്മിൽ നമുക്ക് മെല്ലെ ചോറ് വേവിച്ചെടുക്കണം. അപ്പോൾ 50 മിനിറ്റായി. നമുക്കിനി ഇത് തുറന്ന് നോക്കാം.
നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹൈദരാബാദി മട്ടൻ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കമൻറ്റ്സ് നമ്മളെ അറിയിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഗിവ് അവേയിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എവറിബഡി ടേക്ക് കെയർ. ബൈ.